എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എഗ്ഗിൻ്റെ ആവശ്യമില്ല, അതേപോലെ തന്നെ ബീറ്റർ ആവശ്യമില്ല. ഇനി നമുക്ക് ഓവൻ തന്നെ വേണമെന്നില്ല നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈ ഒരു അടിപൊളി ബിസ്ക്കറ്റ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. വെറും 4 ചേരുവകൾ മാത്രമാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മൈദയാണ്. അപ്പോൾ ഇത് 1/4 കപ്പേ ഉള്ളൂ, പക്ഷേ നമുക്കൊരു 1/4 കപ്പും കൂടെ വേണം. അപ്പോൾ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡറാണ്. അതുപോലെ തന്നെ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ബട്ടറാണ്, അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ നമുക്കൊന്ന് പൊടിച്ചെടുത്തതും കൂടെയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതും കൂടെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. നമ്മൾ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മുന്നെങ്കിലും നമുക്കിതൊന്ന് പുറത്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം മാത്രമാണ് നമ്മളിതുപോലെ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മളിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം വെറും 3 ടേബിൾ സ്പൂൺ മാത്രമാണ് കേട്ടോ നമ്മൾ ഷുഗർ പൊടിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഷുഗർ പൗഡറും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു വിസ്ക് എടുത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ബട്ടറും ആ ഒരു ഷുഗറും കൂടെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ബ്ലെൻഡായിട്ട് തന്നെ വരണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയിട്ടൊന്ന് കുറച്ച് ലൂസായിട്ട് ഉള്ള ഒരു ബാറ്ററായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ശരിയായിട്ട് കിട്ടുകയും ചെയ്യും. ഈ ഒരു വിസ്ക് ആകുമ്പോൾ കുറച്ചൊന്ന് ഒരു താമസം ഉണ്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മരത്തിൻ്റെ ഒക്കെ ഒരു ചട്ടകം ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇതാ ഏകദേശം നല്ലതുപോലെ ഒന്ന് ലൂസായിട്ട് ഇതേപോലെ ഒന്ന് ആയിട്ട് വരണം. അപ്പോൾ അതുപോലെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം ആ ഒരു ഷുഗറൊക്കെ നല്ലപോലെ ഒന്ന് ഇതിനകത്തേക്ക് അലിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത്രയും മതി. ഇതിനകത്തേക്ക് നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. അത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതും അതേപോലെ തന്നെ അതിനകത്തേക്ക് നമുക്ക് ആദ്യം 1/4 കപ്പ് മൈദയാണ്, അത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് മൂന്നും കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് തന്നെ വരുള്ളൂ, ഒന്ന് തിക്കാവാനായിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ആ ഒരു വിസ്കും കൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേഗം തന്നെ ഒന്ന് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വന്നോളും. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള കുറച്ച് മൈദയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി കുറച്ചൊന്നായി കഴിയുമ്പം ആ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ഒരു സ്പാച്ചുല എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ലൂസായിട്ടുള്ള ഈ ഒരു നമ്മുടെ ബാറ്ററാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇതിനകത്തേക്ക് ബാക്കിയുള്ള ആ ഒരു 1/4 കപ്പ് മൈദയും കൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഈ ഒരു സ്പാച്ചുല വെച്ചിട്ട് തന്നെ നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ബാറ്റർ കുറച്ചൊക്കെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ നല്ല പോലെ ഒന്ന് എല്ലാം കൂടെ കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ യോജിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്കിതുപോലെ ഒന്ന് കുറച്ചൊന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് 1 ടേബിൾ സ്പൂൺ ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുത്ത് നോക്കാം. എന്നിട്ട് നമുക്കിനി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആദ്യം ഒരു 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് ടൈറ്റും ആവരുത് കേട്ടോ. അപ്പോൾ ആ ഒരു ടെക്സ്ചറാണ് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി യോജിപ്പിച്ച സമയത്ത് നമുക്ക് ഇനി ഇതിനകത്തേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഈ ഒരു ടൈറ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്ററിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നല്ലപോലെ നമുക്ക് ഈ ഒരു സ്പാച്ചില അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് മരത്തിൻ്റെ ചട്ടകോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് നമുക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലൊരു ഗ്ലാസ് വെച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ പൈപ്പിംഗ് ബാഗിനകത്തേക്ക് ഈ ഒരു നോസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നോസിലില്ലാത്തവരാണെങ്കിൽ അത് കുഴപ്പമില്ല കേട്ടോ. നമുക്കൊരു കവർ എടുത്തിട്ട് നമുക്ക് ആ ഒരു കവറിനകത്ത് ആക്കിയിട്ട് നമുക്കിതുപോലെ പ്ലെയിൻ ആയിട്ടാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഈ ഒരു ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗ് ഇതുപോലെ ഒന്ന് എടുത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് സെക്യൂർഡ് ആയിട്ട് വെക്കാം കേട്ടോ.
ഇനി നമുക്കിതുപോലൊരു ബേക്കിംഗ് ട്രേ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ബട്ടർ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഇത് നേരിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു കറക്റ്റ് സൈസിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും വലുപ്പത്തിൽ അത്രയും സൈസിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പം ഈ ഒരു പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് മിൽമ പാലൊക്കെ വാങ്ങുന്നതിൻ്റെ ഒരു കവറുണ്ടല്ലോ, അതിലാണെങ്കിലും നമുക്കിതുപോലെ ഒരു സൈഡിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പൈപ്പിംഗ് ബാഗ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേക്കകത്തേക്ക് ഇത് മുഴുവനും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ആ ഒരു ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവുമല്ലോ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് നനച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നമുക്ക് താഴ്ത്തി വെക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇനി ചെറുതായിട്ടൊരു ഡെക്കറേഷനും കൂടെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഇതേപോലെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോക്കോ ചിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഈ സമയത്തല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇത് ബേക്കായി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് പ്രീ ഹീറ്റ് ആയി വെച്ചിരിക്കുന്ന ഓവനകത്തേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 170 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ട് വരും. അപ്പോൾ നമ്മളിതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. കറക്റ്റ് ആ ഒരു 15 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും. പിന്നെ ഓരോരുത്തരുടെ ഓവനിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇനി ഓവനിലല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാ കറക്റ്റ് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നല്ല റെഡി ആയിട്ട് തന്നെ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ പൊടിഞ്ഞു പോകുന്നൊരവസ്ഥയായിരിക്കും. പക്ഷേ ഇത് തണുക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ വരും കേട്ടോ. അപ്പോൾ തണുക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഇതാ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് ആക്കി കൊടുത്തതിന് ശേഷം പൈപ്പിംഗ് ബാഗോ എന്തെങ്കിലും ഒരു കവറിനകത്ത് നമുക്ക് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഓരോരോ ഡോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ആ ഒരു ബിസ്ക്കറ്റ് തണുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ചോക്ലേറ്റും അതേപോലെ ഒന്ന് തണുത്ത് ഒന്ന് സെറ്റായിട്ട് തന്നെ വന്നോളും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എല്ലാത്തിൻ്റെ മുകളിലേക്കും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചോക്ലേറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഓരോ നമ്മുടെ എന്താ പറയുക ടൂട്ടി ഫ്രൂട്ടിയോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ അടിവശമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, കറക്റ്റ് കരിഞ്ഞു പോകുമോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതായില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇനിയും ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ ഇത് തന്നെയാണ് ഒരു 15 മിനിറ്റ്സ് നല്ല കറക്റ്റ് ടൈം തന്നെയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ അടിവശം ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ഉൾവശം കാണുമ്പോൾ തന്നെ ഇത് എത്ര ഒരു ക്രിസ്പിയായി ടൈപ്പ് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതൊന്നൊരു പ്ലേറ്റിനകത്തേക്ക് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്ന ഏറ്റവും ചെറുതായിരുന്നു കേട്ടോ ഇതൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല. നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതിനകത്തുനിന്ന് മാറ്റാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ഇത് പൊട്ടിപ്പോകും. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിനകത്തേക്ക് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മൾ ചില സമയങ്ങളിലൊക്കെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ട് ഇപ്പോഴും ഉണ്ടാവും നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വേറെ എസൻസും കാര്യങ്ങളും ഒന്നും നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബിസ്ക്കറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.